ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. എന്താണ് യോഗ? യോഗയെക്കുറിച്ച് പതഞ്ജലി, യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പതഞ്ജലി പറയുന്നത് അധ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. യോഗ എന്ന് പറയുന്നത് മനസ്സിന്റെ, ബോധത്തിന്റെ, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കോൺഷ്യസ്നെസിന്റെ എല്ലാ പ്രവൃത്തികളും ഇല്ലാതാക്കി ആ കോൺഷ്യസ്നെസ്, ബോധം തന്നിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നതാണ്, കേന്ദ്രീകരിക്കുന്നതാണ് എന്നൊക്കെയാണ്. ഇന്ന് കാണുന്ന യോഗ പ്രീ വേദിക് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം വേദങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ മഹത്തരമായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പശുപതി സീൽ ഒരു ആദിമ ശൈവ ഡൈറ്റി ആണെന്നാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. ചില ചരിത്രകാരന്മാർ ഇതൊരു യുറേഷ്യൻ ആണെന്നും പറയുന്നു. എന്നാൽ ആ പശുപതിയുടെ യോഗിക് സീൽ ഇന്ന് വളരെ വ്യക്തം തന്നെയാണ്. അതായത് 3000 മുതൽ 5000 വർഷം വരെ പഴക്കമുള്ള മനുഷ്യൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗ. യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന യോഗാസനങ്ങൾ ഹഠയോഗയുടെ ഭാഗമാണ്. സ്വാമി വിവേകാനന്ദനാണ് യഥാർത്ഥത്തിൽ യോഗയെ ഏറ്റവും നന്നായി 4ആയി ക്ലാസിഫൈ ചെയ്തു. സ്വാമി വിവേകാനന്ദന്റെ ദിഗ്വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ദിഗ്വിജയത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ ഷിക്കാഗോ ലോക മതമഹാസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ധാരാളം പ്രസംഗത്തിനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചസും എഴുത്തുകളും എല്ലാം ക്രോഡീകരിച്ച് 4 യോഗയുടെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ യോഗ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഭക്തിയോഗ, രാജയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ 4 ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. 1 ജ്ഞാനയോഗ, അറിവിന്റെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക. 2 ഭക്തിയോഗ, ഡിവോഷന്റെ പാതയിലൂടെ, പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക. 3 രാജയോഗ അഥവാ മെഡിറ്റേഷൻ, ധ്യാനത്തിന്റെ പാതയിലൂടെ ദൈവത്തിലേക്ക് എത്തുക. 4 കർമ്മയോഗ. ഈ 4 ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഭക്തി, ജ്ഞാനം, ധ്യാനം, കർമ്മം. ഈ 4ഉം യഥാർത്ഥത്തിൽ ഇന്ന് ആധുനിക കാലത്ത് സൈക്കോമെട്രിക് ഡിവിഷൻസ് ആണെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടും. അതായത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ആൾക്കാരും, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, സുഹൃത്ത് എല്ലാം 4 തരത്തിലാണ്. ചില ആൾക്കാര് കുറെ കൂടെ ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും, ജ്ഞാനം ഓറിയന്റഡ് ആയിരിക്കും. അവർ വളരെ ഡീറ്റെയിൽസിൽ താല്പര്യമുള്ളവരായിരിക്കും, ആഴത്തിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് ജ്ഞാനത്തിന്റെ പാതയിൽ പോകുന്നത്. ചില ആൾക്കാർ ആക്ഷൻ ഓറിയന്റഡ് ആണ്, കൂടുതൽ കാര്യം ചെയ്തെടുക്കുന്നതിലാണ് അവർക്ക് താല്പര്യം. ചില ആൾക്കാർ ഇമോഷൻ ഓറിയന്റഡ് ആണ്, വൈകാരികതയിലാണ് അവർക്ക് താല്പര്യം. ചില ആൾക്കാർക്ക് രാജയോഗ, ധ്യാനത്തിലാണ് താല്പര്യം. കുറച്ച് ഉൾവലിഞ്ഞ് അവരിലേക്ക് തന്നെ നോക്കുക. വിവേകാനന്ദൻ രാജയോഗ എന്നാണ് വിളിച്ചത്, ദ റോയൽ പാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ധ്യാന യോഗ എന്ന് വിളിക്കാം. അങ്ങനെ ഈ 4 പാറ്റേൺ ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാകാനായി 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൂടെ പറയാം. നമ്മുടെ ശ്രീ മൻമോഹൻ സിംഗ്, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി ഒരാളായ മൻമോഹൻ സിംഗ് ഫാക്ട് മാനും ജ്ഞാനയോഗത്തിന്റെ പാതയിലും പോകുന്നവരാണ്. അവർ കുറച്ചുകൂടെ കണിശമായി കാര്യങ്ങൾ നോക്കുകയും വസ്തുതാപരമായി വിശകലനം ചെയ്യുകയും ഫാക്ട് ഓറിയന്റഡും വസ്തുതകളും ഡിസിപ്ലിൻ ഓറിയന്റഡും ഒക്കെയാണ്. ചില ആൾക്കാർ ആക്ഷൻ ഓറിയന്റഡ് ആണ്. ആക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നരേന്ദ്രമോദിജി വലിയൊരു അളവ് വരെ അങ്ങനെ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആൾക്കാരാണ്. ഇവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത്. ഈ ഇമോഷൻ ഓറിയന്റഡ് ആൾക്കാരാണ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാർ. അവർക്ക് വൈകാരികതയാണ് പ്രധാനം. കൂടുതൽ വൈകാരികത, ഉറച്ച മുദ്രാവാക്യങ്ങൾ, ഇതെല്ലാം ഈ എല്ലാ ടെൻഡൻസീസും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ ടെൻഡൻസീസിന്റെ ഒരു സംഗമമാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതേപോലെ ബുദ്ധൻ അടക്കമുള്ളവർ ധ്യാനത്തിന്റെ പാതയിൽ പോയിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ യോഗാ ദിനത്തിൽ യോഗാസനങ്ങൾ മാത്രമല്ല, യോഗ എന്ന് പറയുന്നത് വലിയൊരു ഫിലോസഫിയാണ്.